നമുക്ക് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൃഷ്ടിയെങ്കിൽ ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹമല്ല, ജീവനുള്ള ദേഹിയായി തീർന്നു. അതിന്റെ അർത്ഥം അവനിലേക്ക് ദൈവം ഊതി കൊടുത്തത് ഒരു ജീവിയുടെ ജീവനല്ല, പ്രത്യേകത എന്താണ്? അവന്റെ തന്നെ ജീവനാണ്, അല്ലെങ്കിൽ അവന്റെ തന്നെ ആത്മാംശമാണ്. മനുഷ്യൻ ഒരു ആത്മജീവിയാണ്, ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. ഈവൻ ദോ ഹി ഗോട്ട് എ ബോഡി, ഹി ഈസ് എ സ്പിരിച്വൽ ബീയിങ്. അവനൊരു ശരീരം ഉണ്ടെങ്കിലും അവൻ അടിസ്ഥാനപരമായി എന്താണ്? ഒരു ആത്മജീവിയാണ്. ദൈവം എന്തിനാണ് ഈ ആത്മാവിനെ അല്ലെങ്കിൽ ആത്മാംശത്തെ അല്ലെങ്കിൽ മനുഷ്യനെ ഒരു ആത്മജീവിയാക്കി സൃഷ്ടിച്ചത്? മറ്റുള്ള മൃഗങ്ങളെയോ ജീവജാലങ്ങളെയോ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിന്റെ മകനുമാണ്. ആദാം ദൈവത്തിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പോൾ ആദാം ദൈവത്തിന്റെ മകനായതുകൊണ്ടാണെങ്കിൽ അവന് ആത്മജീവി ആകാനേ പറ്റൂ. കാര്യം ദൈവം എന്താണ്? ഗോഡ് ഈസ് സ്പിരിറ്റ്, അല്ലേ? ദൈവം ആത്മാവാണെങ്കിൽ ദൈവത്തിന്റെ മകനും ആത്മജീവിയാകാനേ പറ്റൂ. യു അണ്ടർസ്റ്റാൻഡ്? അല്ലാതെ അതൊരു ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ പ്രിവിലേജ്, അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് ആൻ ഇന്നെവിറ്റബിലിറ്റി. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല, അവൻ ആത്മജീവിയായേ പറ്റൂ. എന്നാൽ അതോടൊപ്പം തന്നെ എന്റെ പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവായ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആത്മാവായ ദൈവവുമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അവൻ എന്ത് വേണം? അവൻ ആത്മജീവിയാണെങ്കിലേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജീവജാലങ്ങൾക്ക്, മറ്റുള്ള ജീവജാലങ്ങൾക്ക് ബോധപൂർവമായി ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത്. ദൈവം കൽപ്പിച്ചാൽ കാറ്റടിക്കുമായിരിക്കും, പക്ഷെ കാറ്റിന് ദൈവത്തെ ആരാധിക്കാനോ കാറ്റിന് ദൈവത്തെ മനസ്സിലാക്കാനോ കാര്യം ദൈവത്തെ അറിയുക, ദൈവത്തെ അനുഭവിക്കുക, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് കാറ്റിനോ മരങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും കഴിയുന്ന കാര്യം അല്ല. അതൊന്നും ആത്മജീവികളല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ആത്മജീവിയായ അവൻ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, എന്റെ ആത്മാവുമായിട്ട് സംസർഗം ചെയ്ത് ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കണം? ഏറ്റവും ഒടുവില് അവർക്ക് മക്കളുണ്ടായി, അങ്ങനെ അവരുടെ മക്കളുണ്ടായി ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിശാലമായ സമൂഹം. അതായിരുന്നു ദൈവത്തിന് മനസ്സിലായ ആഗ്രഹം. ആദാമിനോട് പറയുന്നത് എന്താണ്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ എല്ലാവരും നിറയുവിൻ. അപ്പോൾ ആദാമിന് മാത്രമല്ല ദൈവം ആത്മാവിനെ കൊടുത്തത് ആർക്കൊക്കെയാണ്? അവന്റെ സന്തതി പരമ്പരകൾക്കെല്ലാം അവൻ ആത്മാവിനെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്തിനു വേണ്ടി? അവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബന്ധം കർത്താവ് ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ ദൈവാത്മാവിനോട് സംസർഗം ചെയ്യുന്ന, ദൈവാത്മാവിന്റെ കൂട്ടായ്മയിൽ കഴിയുന്ന ഒരു വിശാല സമൂഹം, എ ഹോളി ഫാമിലി ദാറ്റ് ഫിൽസ് ദി എർത്ത്, ആ ഭൂമിയെ മുഴുവൻ നിറയ്ക്കുന്നതായ ഒരു വിശുദ്ധ കുടുംബം, അതായിരുന്നു ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന്, സജീവ കൂട്ടായ്മയിൽ നിന്ന് അവൻ പിന്മാറി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് അവൻ ആത്മജീവി അല്ലാതായിത്തീരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്തതിന്റെ അന്ന് തന്നെ ദൈവം അവന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞില്ല. ദൈവവുമായിട്ടുള്ള സംസർഗത്തിന് വിഘാതമുണ്ടായെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യത്തെ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനെ വീണ്ടും കർത്താവ് നിലനിർത്തി. അതുകൊണ്ട് ആദാമിനെ അന്ന് വൈകുന്നേരവും കർത്താവ് വന്ന് കണ്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അവൻ ദൈവത്തെ അനുസരിച്ചില്ല, അവൻ റിബല്യസ് ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്, മനുഷ്യന്റെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവന്റെ ഫാക്കൽറ്റി നഷ്ടപ്പെട്ടിട്ടില്ല, അവന്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയല്ല, ദൈവം അത് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഷോക്ക് പോലാണ്. എന്താണെന്നറിയാമോ? പാപം ചെയ്ത മനുഷ്യൻ എല്ലാ ദിവസവും വൈകുന്നേരം കർത്താവ് വന്ന മനുഷ്യനോട് സംസാരിച്ചതിനകത്ത് എനിക്ക് വലിയ അനുഭവം തോന്നിട്ടില്ല. ബിക്കോസ് he was innocent, holy, maybe we can call Adam, he was a holy person, of course. ആ ദൈവികമായ നിലയിലൊക്കെ അതിനെ കാണാനായിട്ട് കഴിയുമായിരുന്നു, അല്ലേ? അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നത് ദാറ്റ് ഇസ് എ നോർമൽ തിങ്. പക്ഷെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ദൈവത്തോട് വിരുദ്ധത കാണി, ദൈവത്തോട് മറുതലിച്ച മനുഷ്യനോട് അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആ ദൈവസ്നേഹത്തെ നമുക്ക് വിലമതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ഓടിച്ചുവിടുകയല്ലായിരുന്നു, മനുഷ്യൻ ഓടിപ്പോവായിരുന്നു, അല്ലേ? ദൈവം മനുഷ്യനെ ഓടിക്കുകയല്ലായിരുന്നു. കർത്താവ് വന്ന് ചോദിക്കണം, അന്ന് വൈകുന്നേരം വന്ന് ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? ഇന്നും മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നത്, ഏത് മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നത്? വേർ ആർ യു? രണ്ട് ചോദ്യങ്ങളാണ് കർത്താവ് എപ്പോഴും മനുഷ്യനോട് ചോദിക്കുന്നത്. ഒന്ന്, വേർ ആർ യു? ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, വേർ ഇസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ, നീ എവിടെ? നിന്റെ സഹോദരൻ.
ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രസക്തമായ രണ്ട് ചോദ്യം. കർത്താവിന്റെ ആത്മാവ് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, കയ്യിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇല്ലേ? കൊലപാതകനായ കയ്യിനോട് പോലും ദൈവം എന്ത് ചെയ്തു? സംസാരിക്കുന്നുണ്ട്. കാര്യം ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് സംവാദിക്കുന്ന, വാദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരിക്കലും ഉണ്ടായില്ല, വ്യത്യാസം ഉണ്ടായില്ല. പാപം ചെയ്തിട്ടും വാദിക്കുന്ന അവസ്ഥയ്ക്ക്, കൂട്ടായ്മയ്ക്ക് വ്യത്യാസം ഉണ്ടായെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ വാദിക്കുന്നത്, ഇല്ലേ? അവന്റെ ഉള്ളിലിരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് നോഹയുടെയും അവന്റെ പിതാവായ ലാമക്കിന്റെയും കാലം വരെയും കണ്ടിന്യൂ ചെയ്തിരുന്നതാണ്. നോഹയുടെയും അവന്റെ പിതാവായ ലാമക്കിന്റെയും കാലയളവിൽ, അതാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് കർത്താവ് പറയാണ്, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ഈ ഭാഗം വന്നപ്പോഴത്തേക്ക് ഇന്ന് ഈ സമയത്ത് ആദാം ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ലാമക്കിന്റെ കാലത്തും ആദാം ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ലാമക്ക് ജനിക്കുന്ന സമയത്ത് ആദാമിന് 874 years ആണ്, 874 വയസ്സ് പ്രായമാണ്. 874 വയസ്സ് പ്രായം. ആദാമിന് 130 വയസ്സുള്ളപ്പോഴാണ് അവൻ ശേത്തിനെ ജനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ 800 വർഷം കൂടെ ജീവിച്ചിരുന്നു. ടോട്ടൽ 930 സംവത്സരം ആദാം ജീവിച്ചിരുന്നു. നിങ്ങളെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സമയത്ത് 874 വയസ്സും ആദാം. അപ്പോൾ ആദാം ഉൾപ്പെടെ ആരും എന്താണ് മരിച്ചിട്ടില്ല. ഇടയ്ക്കൊരാൾ അങ്ങ് ജീവനോടെ എടുക്കപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് ജീവിക്കണം. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ. തന്നെയല്ല, കയ്യിനെ ജനിപ്പിച്ചതിന് ശേഷം, ശേത്തിനെ ജനിപ്പിച്ചതിന് ശേഷം അവൻ ജീവിച്ചിരുന്ന് എന്ത് ചെയ്യുകയാണ്? പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, ഇല്ലേ? പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പോൾ ഇന്നിപ്പോ 1-2 ആൾക്കാരൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയുണ്ട്? ഭൂമിയിൽ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിലുണ്ട്. എന്നാല് ദൈവം ഉദ്ദേശിച്ച നിലയിൽ, അപ്പോൾ ഭൂമി മുഴുവൻ നിറയാനുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. ദൈവം അത് അല്ലെങ്കിൽ അതൊരു ബ്ലെസ്സിംഗ് ആണ്. പക്ഷെ ദൈവം ഉദ്ദേശിച്ച നിലയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. മനുഷ്യൻ ചെറിയ പാപങ്ങളല്ല, കൊടും പാപങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി. ചെറിയ ചെറിയ പാപങ്ങളൊക്കെ മാറി വലിയ വലിയ പാപങ്ങളിലേക്ക് അവൻ പ്രവേശിച്ചു. ഇവിടെ 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരെ ഭാര്യമാരായി എടുത്തു. എന്താ അതിന്റെ അർത്ഥം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല. ഇതൊരു കോസ്മിക് ലെവലിലുള്ള ഒരു പാപമാണോ അതോ ഒരു കോസ്മിക് സിന്നായിട്ടാണോ കാണുന്നത് നമുക്കറിയത്തില്ല. അതല്ലെങ്കിൽ അതിനുള്ള മറ്റൊരു പോസിബിലിറ്റി, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തികളെയും കയ്യിന്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തികളെയും ഉദ്ദേശിച്ചായിരിക്കാം. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും കയ്യിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും മാനുഷിക നിലയിൽ പോകുന്നവരായ ആളുകളും. പഴയ ലാമക്കൊക്കെ ഉണ്ടല്ലോ, ഏതാ ലോകത്തിൽ ആദ്യമായിട്ട് പോളിഗാമി കണ്ടുപിടിച്ച ലാമക്കുണ്ടല്ലോ, 2 ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്നത് അത്ര വലിയ ഇതൊന്നും പ്രയാസം അല്ലെന്നൊക്കെ ചിന്തിച്ചതായ ലാമക്ക്. അതുപോലെയുള്ള പാർട്ടികളൊക്കെ അതേ സമയം തന്നെ ഇവിടെയുണ്ട്, ഭൂമിയിലുണ്ട്. ഇവർ തമ്മിലൊരു സെപ്പറേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണമെന്ന് എന്റെ ചിന്ത. അതിന്റെ കാരണം ദൈവം എല്ലായ്പ്പോഴും ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. വിശുദ്ധമായ ഒരു വംശം നിലനിർത്തുന്നതിൽ കർത്താവ് വളരെ ഉത്സാഹിക്കുന്നുണ്ട്. വിശുദ്ധമായ ഒരു വംശം, ദൈവത്തിന്റെ ആ കൺവേർട്ട് ചെയ്ത് വരുന്ന കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദാമും ഹൗവയും ദൈവത്തിന്റെ മക്കൾ. അതിനുശേഷം ദൈവത്തിന്റെ മക്കളായിട്ട് വരുന്നത് കയ്യിനല്ല, ശേത്താണ്. ശേത്തിന്റെ വംശപരമ്പരയിൽ ഇങ്ങനെ മാറി മാറി നോഹയുടെ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാവരെയും നശിപ്പിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്തു? നോഹയെ മാത്രം, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ മാത്രം രക്ഷിച്ചു, കൺവേർട്ട് ചെയ്ത് വരികയാണ്. ദെൻ അഗെയിൻ പിന്നെ വരുമ്പോഴത്തേക്ക് അബ്രഹാമിനെ മാത്രമായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തായി, ഇല്ലേ? അബ്രഹാമിൽ തന്നെ അബ്രഹാമിന്റെ എല്ലാ മക്കളും ഇല്ല, ഇസ്ഹാക്കിനെ മാത്രം. ഇസ്ഹാക്കിൽ തന്നെ എല്ലാ മക്കളും ഇല്ല, യാക്കോബിനെ മാത്രം. യാക്കോബിന്റെ സ്ഥലത്തിൽ തന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് യാക്കോബിന്റെ മക്കളാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഫറവോനോട് കർത്താവ് പറയുന്നു, ഇസ്രായേൽ എന്നെ ആരാധിക്കാൻ ഇസ്രായേലിനെ വിടുക എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ആദ്യജാതൻ, ഈസ് മൈ ഫസ്റ്റ് ബോൺ, അല്ലെ? ഇസ്രായേലിന്റെ ആദ്യജാതൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അറിയാം, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളതെല്ലാം തീർന്നു. ഇനിയും ദൈവപുത്രനാകണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ? യേശുക്രിസ്തുവിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കൺവേർട്ട് ചെയ്ത് വരികയാണ്. അങ്ങനെ ഈ കൺവേർജിങ് സ്റ്റേജില് എന്താണ്? മനുഷ്യന്റെ പുത്രിമാരുമായി ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ എന്താണ് സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ആ ദൈവികമായ നിലപാടിനെ ഉപേക്ഷിച്ച് പാപത്തിലേക്ക് വീഴുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇതൊരു കോസ്മിക് സിൻ ആണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാനത് ഫൈനലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിവേ, ദൂതന്മാരെന്താണെങ്കിലും വന്ന്
ഇവിടെയുള്ള മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടുമെന്നൊക്കെ ഉള്ളത് മറ്റ് പുരാണങ്ങളിലൊക്കെ ശരിയാണെങ്കിലും വേദപുസ്തകത്തിന്റെ നിയമവും വേദപുസ്തകത്തിന്റെ രീതിയും അനുസരിച്ച് എനിക്ക് അല്പമായി ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. പിന്നെ ആകെപ്പാടെയുള്ളൊരു പ്രശ്നം, ഇങ്ങനെ അന്ന് ആ വീരന്മാരുണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത്, ജയൻസ്. പക്ഷേ ഈ ജയൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. കീർത്തിപ്പെട്ട മനുഷ്യരാണെന്ന് അവിടെ പറയുന്നെങ്കിലും 36-ാം അധ്യായത്തില് അവിടെ വീരന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്റെ കീർത്തി ദൈവത്തെ സന്തോഷിപ്പിക്കുന്നില്ല, ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ്. 5-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണ്? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അവിടുത്തെ മറ്റൊരു പ്രശ്നം എന്നറിയാമോ? ഭൂമിയിൽ ഇവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത, ഇല്ലേ? ഇതിപ്പം ദൂതന്മാരുടെ കാര്യമാണെങ്കിൽ ഇതിപ്പം അവിടെ പറയേണ്ട കാര്യം ബേസിക്കലി ഇല്ല. ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ഇത് അല്ലെങ്കിൽ ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങൾ, മക്കൾ എന്താണ് അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾക്കും ഹൃദയത്തിന്റെ ലസ്റ്റിനും വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ വാദത്തെ മറികടന്ന്, അതാണ് ഞാൻ അവിടെ കാണുന്ന അർത്ഥം. ദൈവത്തിന്റെ ആത്മാവ് എന്താണെങ്കിലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഇവരോട് എന്ത് ചെയ്ത് കാണണം? അവരെ വിലക്കി കാണണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വാദത്തെ മറികടന്ന് അവരെന്ത് ചെയ്തു? അവിശുദ്ധമായ കൂട്ടിലേക്ക്, അവിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് ഇടപെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു, എന്താ പറയുന്നത് അറിയാമോ? അവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: താൻ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു, അവന് ദുഃഖമായി. അവൻ പറഞ്ഞു, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 കൊല്ലമാകും. അപ്പോൾ കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ മനുഷ്യനെ ആത്മജീവിയായിട്ട് സൃഷ്ടിച്ചു, എന്റെ ആത്മാവ് അവന്റെ ആത്മാവിൽ വാസം ചെയ്ത് അവനെ ആത്മജീവിയുടെ ഗണത്തിൽ വളരാൻ അവൻ എന്നെ അനുവദിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഇപ്പോൾ അവൻ വെറും ജഡം എന്നതുപോലെയാണ് അവന്റെ ഇടപെടലുകൾ. ശരിക്കും ഒന്നുകൂടെ ലളിതമായിട്ട് വായിച്ചാൽ ഇതാണ്: ഐ മെയ്ഡ് മാൻ ആസ് എ സ്പിരിച്വൽ ബീയിങ്. ഐ വാണ്ടഡ് ടു സീ ദാറ്റ് ഹി ഈസ് ഇൻ കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ വിത്ത് മീ, നോട്ട് ജസ്റ്റ് കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ വിത്ത് മീ, വല്ലപ്പോഴും അല്ല, കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ. I thought I could communicate with him continually, but now he is after all flesh. He acts as if he is only a flesh. അവനൊരു ജഡം എന്നതുപോലെ മാത്രം പ്രവർത്തിക്കുന്നു. അവൻ ജഡമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്ന് പറയാണ്. He works as if he is a flesh. അവനൊരു ജഡം എന്നതുപോലെ മാത്രം, ഒരു ജഡത്തെ പോലെ അവൻ ഇണ തേടുന്നു, ഒരു മൃഗത്തെ പോലെ അവൻ ഇര തേടുന്നു, ഇല്ലേ? അവൻ അതിനകത്ത് ആത്മീയത തിരക്കുന്നില്ല, അവന്റെ പശ്ചാത്തലം അവൻ അന്വേഷിക്കുന്നില്ല, ആ ദൈവികതയോ ദൈവാത്മാവിന്റെ വാക്കുകളോ അവൻ ശ്രദ്ധിക്കുന്നില്ല. ഒരു ജഡം എന്നതുപോലെ, ഒരു മൃഗം എന്നതുപോലെ അവൻ ഇണ തേടുന്നു. അതവിടെ സംഭവിക്കുന്നത്, ഇല്ലേ? ഞാനിത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് മനസ്സിലാക്കത്തക്ക രീതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് എബൈഡ് ഇൻ മാൻ ഫോർ എവർ. വാദിച്ചുകൊണ്ടിരിക്കത്തില്ലെന്നുള്ളത് അവിടെ പറയുന്നത് എന്താണ്? എന്റെ ആത്മാവ് അവനിൽ എന്നേക്കും വസിക്കയില്ല, എന്റെ ആത്മാവ് എന്നേക്കും ഇരിക്കയില്ല. ഇങ്ങനെ ഒരു ജനം പെരുകിയിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഒരു ജനം കൂടുതലുണ്ടായിട്ട് എന്താണ് കാര്യം? ദൈവാത്മ നിയന്ത്രിതമായ ഒരു സമൂഹം ഉണ്ടായി വരുന്നില്ലെങ്കിൽ പിന്നെ ജനക്കൂട്ടം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മനുഷ്യന്റെ ആയുസ് 120 വർഷമാക്കി കുറച്ചു. നോക്കി, ഇത് വളരെ സിമ്പിളാണ്. ഇതിന് പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് വായിക്കാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിതെല്ലാം അങ്ങ് ഭയങ്കര കട്ടിയായിട്ടൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ, വെരി സിമ്പിൾ, അല്ലേ? കഥ പറയാൻ അതുകൊണ്ട് ബിക്കോസ് ഒരു കാര്യമില്ല, ഇവന് കൂടുതൽ ജനങ്ങളുണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല. കാര്യം ദൈവം എന്താ ഉദ്ദേശിച്ചത്? ആത്മനിയന്ത്രിതരായ ദൈവാത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിശുദ്ധ സമൂഹത്തെ സ്വപ്നം കണ്ടാണ് കർത്താവ് വാസ്തവത്തിൽ മനുഷ്യനെ ഭൂമിയിൽ ആത്മജീവിയായി സൃഷ്ടിച്ചത്. അത് നടക്കുന്നില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അവൻ 900 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്ന എന്താ കാര്യം? അവൻ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അവൻ അഭിമുഖീകരിക്കട്ടെ. അതാണ് കർത്താവ് അവിടെ പറയുന്നത്. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് ദൈവാത്മാവ് എന്നേക്കും അവൻ വസിക്കേണ്ടതിനാണ്. അതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ. എന്നും ദൈവാത്മാവ് നമ്മുടെ കൂടെ വസിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ. ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കത്തില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പാളിച്ച വന്നാലും ദൈവം എന്ത് ചെയ്യത്തില്ല? അതുകൊണ്ട് ഇവൻ പാളിച്ച വന്ന അതുകൊണ്ട് പൊക്കോട്ടെന്ന് പറയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നവനല്ല. അവൻ ഒരിക്കലും ഒരു കാര്യത്തെ, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അവൻ ഒരിക്കലും കളയത്തില്ല. ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അവൻ എന്നാണെങ്കിലും അത് ചെയ്തിരിക്കും. എന്നാണെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ എന്നേക്കും അവന്റെ ഉള്ളിൽ ഇരിക്കേണ്ടതിനാണ്